ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട UDFിൻ്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളൊന്നായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി ജനങ്ങൾ വിശ്വസിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇത്തവണ UDF നേടിയ ഈ വലിയ വമ്പൻ വിജയം. അതുകൊണ്ട് സ്വാഭാവികമായി ഈ ഗ്യാരണ്ടി നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്, നടപ്പാക്കിയേ മതിയാകും. അതിൻ്റെ പ്രഖ്യാപനങ്ങൾ VD സതീശൻ സർക്കാരിൽ നിന്നും വന്നിരിക്കുന്നു. അതിലൊന്നാമത്തേതാണ് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. അടുത്ത മാസം 15-ാം തീയതി മുതൽ അത് നടപ്പാക്കുകയാണ്. അതുകൂടാതെ 1-2 കാര്യങ്ങൾ കൂടി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, ഈ ആശാ വർക്കർമാർക്കുള്ള ധനസഹായം, വയോജനത്തിന് പ്രത്യേക വകുപ്പ്, ഇതൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പല കാര്യങ്ങൾ ഇനിയും പറയാനുമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഇതൊന്നും മറക്കില്ല. ഈ ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി സമ്പൂർണ്ണമായി ഈ സർക്കാരിന് നടപ്പാക്കാൻ കഴിയും എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഡോക്ടർ മോഹൻ വർഗീസ്? സർക്കാരിൻ്റെ കാലാവധി 5 സംവത്സരങ്ങളാണ്. ഈ 5 സംവത്സരങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് ഒരുപക്ഷെ ഇത് പൂർത്തീകരണത്തോട് അടുത്തെത്തിച്ച് നിർത്താൻ കഴിയും എന്നതാവണം ഇപ്പോഴത്തെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ചിന്ത. അല്ലാതെ ഒറ്റയടിക്ക് മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞ് 1-ാം ദിവസം തന്നെ, അല്ലെങ്കിൽ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ തൊട്ടടുത്ത നിമിഷം നടത്തിയ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഒരു സാമ്പിൾ ഡോസ് എന്ന നിലയിൽ 2 ഗ്യാരണ്ടികൾ കൈവച്ച്, അതിൽ തന്നെ ഒരു ഗ്യാരണ്ടിയെക്കുറിച്ച് മാത്രമേ കൃത്യമായി പറയുന്നുള്ളൂ. അത് സ്ത്രീകൾക്ക് സൗജന്യമായ ബസ് യാത്ര. അവിടെയും ഭാഗികമായി മാത്രമേ അതിനകത്ത് നമുക്ക് വിശ്വസിക്കേണ്ടതുള്ളൂ. കാരണം ക്ലാരിറ്റി കൂടുതൽ വരേണ്ടതുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അറിയുന്നത് ഏതെല്ലാം വിഭാഗം സ്ത്രീകൾക്കാണ് ഈ ഗ്യാരണ്ടി കൊണ്ട് പ്രയോജനമുണ്ടാവുക, ഏതെങ്കിലും ഇൻകം കൺസിഡറേഷൻ ഉണ്ടോ, ഏത് തരം ബസ്സുകളിലാണ്. KSRTCക്ക് പല കാറ്റഗറി ബസ്സുകളുണ്ട്. സൂപ്പർ ഡീലക്സ് ഉണ്ട്, ഡീലക്സ് ഉണ്ട്, സൂപ്പർ എക്സ്പ്രസ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് എന്ന് വേണ്ട പല രീതിയിലുള്ള AC ലോ ഫ്ലോ ബസ്സുകളുണ്ട്. എല്ലായിടത്തും ഈ ഗ്യാരണ്ടി ബാധകമാണോ? സൗജന്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡിസ്റ്റൻസ് പരിഗണനയില്ലാതെ ബാധകമാണോ? അതേക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കുണ്ടാവാം. അതുകൊണ്ടാണ് അത് തീർത്തു പറയാതിരിക്കുന്നത്. എല്ലാവർക്കും ലഭിക്കും എന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെങ്കിലും ഒരുപക്ഷെ ചില വിഭാഗങ്ങൾക്ക് മാത്രമായോ ചില കാറ്റഗറി ബസ്സുകൾക്ക് മാത്രമായോ അത് ഒതുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയാണ് ക്ലാരിറ്റിയിൽ ഒരു ചെറിയ അപാകത നമുക്ക് കാണാനാവുന്നത്. രണ്ടാമത്തേത്, വയോജനങ്ങൾക്കായി ഒരു വകുപ്പ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കുമെന്ന് പറയുന്നു. അത് രൂപീകരണം എളുപ്പമാണ്. അതനുസരിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അതിന് ഫണ്ട് ചിലവാക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ 2 കാര്യത്തിലാണ് ധാരണയായിരിക്കുന്നത് 5 ഇന ഗ്യാരണ്ടിയിൽ. മറ്റ് കാര്യങ്ങൾ, ആശാ വർക്കർമാരുടെ വേതനം 3000 രൂപ കൂട്ടിയിരിക്കുന്നു. അപ്പോൾ 9,000-ൽ നിന്ന് 3000 രൂപ കൂടി 12,000-ആയി മാറ്റിയിരിക്കുന്നു. മറ്റെല്ലാ കേന്ദ്ര സഹായം ഉൾപ്പെടെ എല്ലാം കൂടി ലഭിക്കുമ്പോൾ ആത്യന്തികമായി 21,000 പെർ മന്ത് എന്നതിലേക്ക് എത്തി നിൽക്കാൻ ഏറെ ദൂരം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ 3000 എന്ന് പറയുന്നത് തീർച്ചയായും ആശാ വർക്കർമാർക്ക് LDF കൊടുത്ത ഒരു റൈസും ഇപ്പോഴത്തെ UDF സർക്കാരിൻ്റെ പുതിയ സർക്കാർ കൊടുത്ത റൈസും കൂടെ ചേർക്കുമ്പോൾ തീർച്ചയായും ആശ്വസിക്കാൻ വകയുണ്ട്. ഒരു വലിയ പ്രതീകാത്മകം കൂടിയായിരുന്നു. ആശാ വർക്കർമാരുടെ സമരം ഒരു വലിയ കാറ്റലിസ്റ്റ് ആയിരുന്നു. LDFനെതിരെയുള്ള ജനവികാരത്തിൻ്റെ ഒരു പ്രതിഫലനം. അത് ആശാ വർക്കർമാരുടെ സമരത്തിലൂടെ, ആ ത്രെഡിലൂടെ നീങ്ങിയാണ് ഭരണവിരുദ്ധ വികാരം കോൺഗ്രസ് ആഞ്ഞടിപ്പിക്കാൻ ശ്രമിച്ചത് എന്നതുകൊണ്ട് ഇത് കൂട്ടാതിരിക്കാനാവുമായിരുന്നില്ല. അതുകൊണ്ട് കൂട്ടി. ചെറിയ തോതിൽ പ്രതീകാത്മകമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. 1000 രൂപ വെച്ച് അംഗൻവാടി ടീച്ചേഴ്സ്, ആയമാർ, അതുപോലെ പാചക തൊഴിലാളികൾ, ഇങ്ങനെയുള്ളവർക്ക് ഈ ഒരു 1000 രൂപ. അപ്പോൾ ഇതൊന്നും തുച്ഛീകരിച്ച് കാണാനാവില്ല. കാരണം ഖജനാവിൽ ഏതായാലും VD സതീശൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഉച്ചയല്ല, ഒരുപക്ഷെ പുലി തന്നെയാണ് പെറ്റുകിടക്കുന്നത് എന്നതാണ് ഇപ്പോൾ സതീശൻ പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ധവളപത്രം ഇറക്കിയേ മതിയാവൂ. ജനം, കേരളത്തിലെ ആളുകൾ അറിഞ്ഞേ മതിയാവൂ. യഥാർത്ഥ ഖജനാവിൻ്റെ സ്ഥിതി അറിഞ്ഞേ മതിയാവൂ. അങ്ങനെയെങ്കിൽ അത് ഭീതിതമായി 6000 കോടി രൂപ മിച്ചം വെച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ പടിയിറങ്ങുന്നത് എന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അത് ഒരു പക്ഷേ പൊളിച്ചെടുക്കാൻ ധവളപത്രത്തിലൂടെ ഒരു ശ്രമം നടത്തിയേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്ങനെ നോക്കിയാലും ശരി, ഒറ്റയടിക്ക് തന്നെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ പ്രായോഗികമായി 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം, അല്ലെങ്കിൽ 1-2 കാര്യങ്ങൾ ബെറ്റർ. അതായത് ഒരു ചെറിയ ബിഗിനിങ് ആണ്, ഒരു ഹമ്പിൾ സിമ്പിൾ ബിഗിനിങ് ആണ്. പക്ഷേ അതൊരു ഓപ്റ്റിമിസം ഉണ്ട്, ഒരു ഗുഡ് വിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് UDF സർക്കാരിന്. അപ്പോൾ തീർച്ചയായും ജനവിധിയെ തീർച്ചയായും നമ്മൾ മാനിച്ചേ മതിയാകൂ. പക്ഷേ പ്രതീക്ഷകളുടെ ഭാരം വളരെ വലുതാണ്. ഈ ഭാരം ചുമക്കുന്ന സർക്കാർ
ഏതെങ്കിലും ചെറിയ ഒരു നീക്കത്തിൽ പിഴച്ചാൽ, ക്ഷേമ പദ്ധതികൾ സമയബന്ധിതമായി അതിന് പണം കൊടുത്തു തീർക്കാൻ കഴിയാതെ വന്നാൽ, കുടിശ്ശികകൾ വന്നാൽ, അല്ലെങ്കിൽ ഈ പ്രോമിസ് നടപ്പാക്കാതെ വന്നാൽ റവന്യൂ വരുമാനം എങ്ങനെ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമായി കാണാം, ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നു. ഈ ധനകാര്യം എന്ന് പറയുന്നതാണ് ഹബ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ധനകാര്യത്തിലൂടെയാണ് ഈ മറ്റ് മന്ത്രാലയങ്ങൾക്ക് പണം അനുവദിക്കേണ്ടത്. അത് മറ്റൊരു ശക്തി കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഘടകകക്ഷിക്ക്, പ്രത്യേകിച്ച് മുൻപ് കേരള കോൺഗ്രസിലായിരുന്നു മാണി സാറിൻ്റെ വകുപ്പായിരുന്നല്ലോ ധനകാര്യം, അങ്ങനെ ഉണ്ടാകാതെ കോൺഗ്രസ് പാർട്ടി ധനകാര്യ വകുപ്പ് നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. ഇതും പ്രഥമമായി സംസ്ഥാന മുഖ്യമന്ത്രി ധനകാര്യത്തിൻ്റെ ചുമതല കൂടി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമാണ്.